തിന്മയ്ക്കല്ലേ നാഥ, നന്മയ്ക്കായി മാത്രം തിരഞ്ഞെടുത്തു നീ എന്നെ നിനക്കായി. യേശുവേ, ഞാൻ നിന്നിൽ ചാരുന്നിതാ, നിന്റെ സ്നേഹത്തെ നീ എന്നിൽ തന്നതാൽ ഞാൻ നിന്നിൽ ആകുന്ന പ്രാണ പ്രിയ, നീ എൻ കൂടെ എന്നുമുള്ളതാ, നീ എൻ കൂടെ എന്നുമുള്ളതാ. നിന്നിൽ ഞാൻ പ്രത്യാശിക്കുന്ന പ്രഭോ, ശുഭഭാവി കാൺമാൻ തക്കവണ്ണമായി. തിന്മയ്ക്കല്ലേ നാഥ, നന്മയ്ക്കായി മാത്രം തിരഞ്ഞെടുത്തു നീ എന്നെ നിനക്കായി. യേശുവേ, ഞാൻ നിന്നിൽ ചാരുന്നിതാ, നിന്റെ സ്നേഹത്തെ നീ എന്നിൽ തന്നതാ, ഞാൻ നിന്നിൽ ആകുന്നൻ പ്രാണ പ്രിയ, നീ എൻ കൂടെ എന്നുമുള്ളതാ, നീ എൻ കൂടെ എന്നുമുള്ളതാ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ല പ്രിയപ്പെട്ടവർക്ക് സ്നേഹവന്ദനങ്ങൾ. ഒരു നല്ല പകൽക്കാലം കൂടെ കർത്താവ് നമുക്ക് നൽകിയല്ലോ. കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിന് വേണ്ടി ജീവിപ്പാനുമായിട്ടാണ് ഈ ഒരു പകൽ കൂടെ ദൈവം നമുക്ക് നൽകിയത്. ഈ ഒരു പകലെന്ന് മാത്രമല്ല, നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ദൈവം നമുക്ക് ദാനമായി നൽകുന്നത് അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. 2, കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെയും കർത്താവിന് വേണ്ടി നേടണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെയോ, ബാക്കി ഭൗതികമായ കാര്യങ്ങളൊക്കെ കർത്താവ് നമുക്ക് നൽകും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായും കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അതവൻ്റെ വാഗ്ദത്തമാണ്. അവൻ വിളിച്ചാക്കിയ തൻ്റെ മക്കളെ ഒരു നാളും അവൻ കളഞ്ഞിട്ട് പോകത്തില്ല, വഴിയിലിട്ടിട്ട് പോകത്തില്ല. അതിന് വാക്യമുണ്ടോ? ഉണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ദൈവത്തിൽ നമുക്കൊരു വേദഭാവം വായിക്കാം. യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കുള്ള നിരൂപണങ്ങളത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. എത്ര മനോഹരമായ ഒരു വചനമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി, ഒരു പദ്ധതി, അത് വളരെ വിലപ്പെട്ടതാണ്, മഹനീയമാണ്. അത് ശുഭഭാവി.
നമ്മുടെ പ്രത്യാശ പോലെ തന്നെ നമുക്ക് ശുഭഭാവി ലഭിക്കും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ നമ്മെ തിരഞ്ഞെടുത്തത് നന്മയ്ക്കാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ എല്ലാം നന്മയ്ക്കാണ്. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറഞ്ഞു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര മഹനീയമായ പദവിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും യെശയ്യാപ്രവചനത്തിൽ 64-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വീണ്ടും വായിക്കുന്നു, നീയല്ലാതെ ഒരു ദൈവം തന്നെ സ്നേഹിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്ത ഇസ്രായേൽ ജനത്തെ ബാബിലോണാകുന്ന വടിയിൽ ദൈവം ശിക്ഷിച്ചു. വടി കൊണ്ട് ദൈവം ശിക്ഷിച്ചു. 80 സംവത്സരം അവർ അടിമകളായി ബാബിലോണിൽ പാർക്കേണ്ടി വന്നു. ഒടുവിൽ ദൈവം അവരുടെ പ്രാർത്ഥനയും കണ്ണുനീരും കണ്ട് അവർക്ക് മോചനം നൽകി. ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ച് ശുഭമേറിയ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. യിരെമ്യാപ്രവചനം 29:11 നാം വായിച്ചു. ദൈവത്തിൻ്റെ പദ്ധതി ഏത് വിധമെന്ന് ആദ്യമേ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയില്ലല്ലോ. ആദ്യം അന്തവുമില്ലാത്ത ദൈവം നമ്മുടെ ജനനത്തിൽ തന്നെ നമ്മുടെ അന്ത്യസമയം കൂടെ കാണുന്ന ദൈവമാണ്. അവൻ യുഗങ്ങളുടെ പാറയാണല്ലോ. നാം ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും അവസാന നിമിഷം വരെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യഹൂദൻ്റെ ശൈലിയിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹകരമായ നന്മയെ പൗലോസ് ചിത്രീകരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നവനും നമുക്ക് വേണ്ടി കരുതുന്നവനുമാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് തൻ്റെ ആത്മീയ തത്വം പുതിയ നിയമസഭകളോട് ബന്ധപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും ശരി, ക്രിസ്തുവിൽ നാം ഓരോരുത്തരും സുരക്ഷിതരാണ്. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായ ഒരു ശുഭഭാവി ഒരുക്കിയിട്ടുണ്ട്. അതേറ്റവും വിലപ്പെട്ടതും മഹത്വപൂർണവുമായ ഒന്ന് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. ബാഹ്യ നേത്രങ്ങളാൽ അത് കാണുവാനും നമ്മുടെ മനുഷ്യഹൃദയത്തിൽ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുവാനും കഴിയുന്നില്ലെങ്കിൽ തന്നെയും അതിൻ്റെ പൂർത്തീകരണവും പ്രത്യക്ഷീഭാവവും ഭാവിയിലുണ്ടാകുമെന്ന് സുരക്ഷിതമാണ്. പലപ്പോഴും നാം രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് കരുതുന്നതൊന്നും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പദവികളൊന്നും നാം ചിന്തിക്കാറേ ഇല്ല. നാം ചിന്തിക്കുകയോ പലപ്പോഴും പലരും അതിനുവേണ്ടി സമർപ്പിക്കുകയോ നാൾതോറും പുതുക്കം പ്രാപിക്കുകയോ ചെയ്യാൻ പലർക്കും കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴികൾ സുരക്ഷിതമാണ്. നാം അവന് വേണ്ടി സമർപ്പിച്ച് ഓരോ ദിവസവും ജീവിതം അവൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയേ വേണ്ടൂ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ നാം സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ നാം എല്ലാം അവനുള്ളവർ തന്നെയാകും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം എല്ലാവരും ദൈവമക്കളാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ
അവനിൽ വിശ്വസിക്കുന്ന സകലരും അവൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പദവികൾ പ്രാപിപ്പാൻ കഴിവുള്ളവരാണ്. ദൈവം അത് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതവരുടെ അവകാശമാണ്. ദൈവത്തിന് സ്തോത്രം. ധനിയനായ ഒരു മനുഷ്യൻ, ഒരു ധനിയനായ ഒരു മനുഷ്യൻ്റെ ഭാര്യ അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഭാര്യയുടെ ദേഹവിയോഗത്തിൻ്റെ ദുഃഖം അദ്ദേഹത്തെ ഒരു രോഗബാധിതനാക്കി. അദ്ദേഹം ഒരു ഹൃദ്രോഗിയായി മാറി. ചില മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള ഏക മകനെ തനിയെ ഈ ലോകത്തിൽ ആക്കിയിട്ട് പരലോകത്തേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. ഗവൺമെൻറ് ആ ധനാഢ്യനായ സമ്പന്നനായ മനുഷ്യൻ്റെ സമ്പത്തെല്ലാം പിടിച്ചെടുത്തു. ഒരു ബാലനുണ്ടല്ലോ, ഒരു പൈതലുണ്ടല്ലോ, നിസ്സഹായനായ ഈ ബാലനെ തൻ്റെ ഒരു അകന്ന ബന്ധുവായ ഒരു വൃദ്ധയായ സ്ത്രീ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവർ സമ്മതിച്ചില്ല. തദവസരം ആ കുടുംബത്തിൻ്റെ ഒരു പഴയ ഫോട്ടോ അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവൾ അത് കയ്യിലെടുത്തു. മകനെയും കൂട്ടി അവകാശം പറഞ്ഞ് നിർബന്ധമായും അവൾ വീട്ടിലേക്ക് പോയി. ആ ഫോട്ടോയിൽ ആ മകൻ അവളുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അഥവാ ആ കുടുംബാംഗങ്ങൾ അവളുടെ റിലേഷനാണ് ഈ പൈതലെന്ന് തെളിയിക്കുവാൻ ആ ഫോട്ടോ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് മതിയായിരുന്നു. സത്യത്തിൽ ആ ഫോട്ടോ കയ്യിൽ കിട്ടിയതുകൊണ്ടാണ് അവൾക്ക് ആ ബാലനെ തൻ്റെ ചാർച്ചയിൽപ്പെട്ടതാണെന്ന് കാണിച്ചു കൊടുത്ത് കൊണ്ടുപോകുവാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ആ ഫോട്ടോ മുഖാന്തരം ആ ബാലൻ അവർക്ക് സ്വന്തമായി തന്നെ കിട്ടി. അവനെ വളർത്തുവാൻ അവൾ ദൃഢപ്രതിജ്ഞ എടുത്ത് നാളുകൾ കഴിച്ചു. ചില ദിവസം കഴിഞ്ഞപ്പോൾ ഫോട്ടോയുടെ പുറകിൽ ഒട്ടിച്ചിരുന്ന ഒരു കത്ത് അവൾ കണ്ടു. അത് ആ മാതാവ് ഇളക്കിയെടുത്ത് തുറന്ന് വായിച്ചു. എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നല്ലേ? എൻ്റെ മകനോട് സ്നേഹം കാണിച്ച് അവനെ സംരക്ഷിക്കുന്നവരെ സഹായിക്കുവാൻ ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന മുഴുവൻ തുകയും സൗജന്യമായി അവർക്ക് എടുക്കാവുന്നതാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രസ്തുത വാഗ്ദാനപത്രം അഥവാ പ്രൊമിസറി നോട്ട് അവൾ സൂക്ഷിച്ചു വെച്ചു. അവൾ മരിക്കും മുമ്പ് അത് ആ ബാലനെ തന്നെ ഏൽപ്പിച്ചു. അത് മുഴുവനും ബാലൻ്റെ വകയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി മുൻകൂട്ടി എഴുതി വച്ചിരിക്കുന്ന പ്രൊമിസറി നോട്ടാണ് അഥവാ വാഗ്ദാന പത്രങ്ങളാണ് ബൈബിളിലെ സകല വാഗ്ദത്തങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം വാഗ്ദത്തങ്ങളുടെ കൂമ്പാരമാണ്. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഊവ് എന്നത്രേ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉള്ളതാണ്. അത് പ്രൊമിസറി നോട്ടുകളാണ്. അത് സത്യമാണ്. നാം അതിനെ ഏറ്റുപറഞ്ഞ് അതിന് അവകാശം പറഞ്ഞ് അത് സ്വീകരിച്ചാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. വാഗ്ദത്തങ്ങൾ എൻ്റെ വകയാണ്, എൻ്റെ അവകാശമാണെന്ന് ഏറ്റു പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തമായി. ദൈവത്തിന് സ്തോത്രം. 31-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു,
തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന തൻ്റെ പദ്ധതികൾ, ദൈവം നിത്യതയിൽ സംഗ്രഹിച്ചിരിക്കുന്ന തൻ്റെ പദ്ധതികൾ എത്ര വലിയതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സകല സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും നാം അവകാശികളാകുന്നു. ദൈവത്തിന് സ്തോത്രം. വിവിധ ഭാരങ്ങളാൽ എനിക്ക് ആരും സഹായമില്ലല്ലോ, എന്നെ ആരും കരുതുന്നില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടല്ലോ എന്നോർത്ത് നീ വ്യാകുലപ്പെടുന്നു. നിൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നീ ഭാരപ്പെടുന്നു. നിൻ്റെ തലമുറയെ ഓർത്ത് നീ വ്യാകുലപ്പെടുന്നു. ദൈവപൈതലേ, ദൈവത്തിൻ്റെ വചനത്തിലെ സകല വാഗ്ദത്തങ്ങളും അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും. നിൻ്റെ മനസ്സ് ഭാരപ്പെടുന്നല്ലോ, നിൻ്റെ ഹൃദയം കലങ്ങി മറിയുന്നല്ലോ, നിനക്കാരുമില്ലല്ലോ എന്ന തോന്നൽ ദൈവപൈതലേ നിന്നെ അലട്ടുന്നു. എന്നാൽ നീ ഭാരപ്പെടണ്ട. ദൈവം നിനക്ക് വേണ്ടി ഒരു ശുഭഭാവി കാണുവാൻ, നിനക്ക് വേണ്ടി ദൈവം ഒരു ശുഭഭാവി ഒരുക്കിയിരിക്കുന്നു. അവൻ നിന്നെ തിരഞ്ഞെടുത്തത് നന്മയ്ക്കായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് പാട്ടുകാരൻ പറയുന്നത്, തിന്മയ്ക്കല്ലേ നാഥ നന്മയ്ക്കായി മാത്രം തിരഞ്ഞെടുത്തു നീ എന്നെ നിനക്കായി. യേശുവേ ഞാൻ നിന്നിൽ ചാരുന്നീതാ, നിന്റെ സ്നേഹത്തെ നീ എന്നിൽ തന്നതാ. ഞാൻ നിന്നിൽ ആകുന്നെൻ പ്രാണ പ്രിയ, നീ എൻ കൂടെ ഇന്നും എന്നുമുള്ളതാ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. അടിയങ്ങൾ നിൻ്റെ വകയാണ്. പിതാവേ, നിൻ്റെ സ്ഥലത്തലകളെ വണക്കിയിരിക്കുന്ന നിൻ്റെ മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. വിവിധ ഭാരത്താലോ പ്രയാസത്താലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ വിടുവിക്കുന്ന കരം നീട്ടണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണം കർത്താവെ. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക്, കടഭാരങ്ങളുള്ളവർക്ക് ആശ്വാസം നൽകി നന്മയുടെ വഴികളെ തുറന്നു നൽകണമേ. തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്നവർ, തലമുറയ്ക്ക് വേണ്ടി കരയുന്നവർ, അവരുടെ ഹൃദയത്തിലെ വേദന അറിഞ്ഞ് അവർക്ക് വേണ്ടി മറുപടി നൽകി ആദരിക്കണമേ. കർത്താവേ, നിൻ്റെ തലകളെ വണക്കിയിരിക്കുന്ന ആരും ഒരിക്കലും നിരാശപ്പെട്ടു പോകാതെ അവിടുത്തെ അത്ഭുത കരങ്ങളാൽ തൊട്ട് സ്പർശിച്ച് രാവിലെ സമയം പരിപൂർണ സൗഖ്യം അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കണമേ, വിടുവിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.